കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സഭയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുകയും അത് കരുതിക്കൊണ്ട് അനുസരിക്കാൻ തയ്യാറാകുന്ന ദൈവമക്കൾക്ക് വേണ്ടി വചനത്തിൻ്റെ ആത്മീയ മർമ്മങ്ങളും വെളിപ്പാടുകളും വെളിപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കും എന്നുള്ള പ്രത്യാശയും വിശ്വാസവുമാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിലായിരിക്കുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതകൾ ഒത്തിരി ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, വചനം ദൈവമാകുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അത്രമാത്രം പവർഫുള്ളായ അധികാരമുള്ള അഭിഷേകത്തെ നമ്മുടെ മേൽ പകരുന്ന, നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കണം. അതനുസരിക്കാൻ കർത്താവെ ഞാൻ എപ്പോഴും തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ, കുറവുകൾ, ബലഹീനതകൾ ദൈവവചനവുമായി അത് ശോധന ചെയ്യുമ്പോൾ ഞാൻ എത്ര കുറവുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ, എത്രത്തോളം ഞാൻ കർത്താവിൽ നിന്ന് അകന്നുപോയി കൂടുതൽ എന്നെ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിച്ചതിനോടെ ആയിരിക്കാൻ കർത്താവ് കൃപയായിട്ട്. ഏറ്റവും അനുഗ്രഹീതമായ ഒത്തിരി വിഷയങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് വചനത്തിനകത്തുണ്ടെങ്കിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അന്ത്യകൽപ്പനയായി നമ്മളോട് പറഞ്ഞിട്ട് പോയ ഒരു വലിയ നിയോഗമുണ്ട്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അത് നിങ്ങളുടെ മേൽ പകർന്ന ആ ദൈവിക ശക്തിയോടും അധികാരത്തോടും അഭിഷേകത്തോടും ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും മറ്റുള്ളവരോട് നിങ്ങൾ പറയണം. ആ വചനത്തെ കേട്ട് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആ വചനത്തെ വീണ്ടും അവരോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ച് എന്ത് ചെയ്യണമെന്ന് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അന്ത്യകൽപ്പന. എപ്പോഴും അന്ത്യകൽപ്പനയ്ക്കൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ആയിരുന്നു, പണ്ട് ഭവനങ്ങളിലൊക്കെയാണ് നമ്മുടെ മുത്തച്ഛന്മാരും അവരൊക്കെ മരിച്ചത്. അപ്പോൾ എല്ലാവരും മക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർ ചിലത് പറയും, സ്വത്തുക്കളെക്കുറിച്ച്, ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ പങ്കുവച്ചിട്ട് പറയും, നിങ്ങളിങ്ങനെ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് മാതാവും പിതാവും എന്ന വലിയ ബഹുമാനത്തിലും സ്നേഹത്തിലും അത് ഏറ്റെടുത്ത് മക്കൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് ലോകപരമായ കാര്യമാണെങ്കിൽ, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് പറഞ്ഞിട്ട് പോയ അന്ത്യകൽപ്പനയെ പാലിക്കാൻ, അനുസരിക്കാൻ, അത് നമ്മുടെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് അതനുസരിക്കാനാണ് ദൈവം നമ്മളെ ശിഷ്യരാക്കി തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ, നൈജീരിയയിൽ, ലുഗാണ്ടയിൽ, ഗാനയിൽ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നവരൊക്കെ വളരെ ഭീകരമായി കൊല ചെയ്യപ്പെടുമ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയണം, വചനം തള്ളിപ്പറയണം. നിങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഈ വചനത്തെ തള്ളിപ്പറയില്ല, ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ തള്ളിപ്പറയില്ല. ആ സ്പോട്ടിൽ കൈകാലുകൾ അറുക്കും, വളരെ വല്ലാത്ത രീതിയിൽ വെടിവെച്ചും ഒക്കെ കൊന്ന് അനേകർ മരിച്ചു വീണ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായ അനേകരുടെ ആ പാപം എന്ന് പറഞ്ഞാൽ ഭൂമി അങ്ങനെ രക്തപങ്കിലമായി കിടക്കുന്ന ആ ഭൂമിയിലാണ് നമ്മളും ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ചില ദൗത്യങ്ങൾ. ആ ദൗത്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ദൈവരാജ്യം പരാജയപ്പെടും. ആ ദൗത്യത്തിൽ നമ്മൾ പുറകോട്ട് പോയാൽ ദൈവനാമത്തിൻ്റെ മഹത്വമല്ല അത് വെളിപ്പെടുന്നത്, പൈശാചിക മണ്ഡലത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അതെത്രമാത്രം ഭീകരമാണ് എന്നോർക്കുമ്പോൾ നമ്മളെ കാണിച്ചു തന്ന ചില മാതൃകകളും സാക്ഷ്യങ്ങളും നാം പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ആരാധനയ്ക്ക് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മിനിമം കർത്താവിനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവേ, കുറവും ബലഹീനതകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു, നിൻ്റെ വചനത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. കുറവുകൾ മാറ്റാൻ നിൻ്റെ വചനത്തിനും നിൻ്റെ അഭിഷേകത്തിനും നിൻ്റെ കൃപയ്ക്കുമേ കഴിയത്തുള്ളൂ. എൻ്റെ ജഡത്തിൽ എനിക്കത് കഴിയത്തില്ല, എനിക്ക് നിൻ്റെ കൃപ അധികമായി ആവശ്യമാണെന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും ഞാനും ഇരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം ചൊല്ലുമ്പോൾ നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കണം, അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട. അത് നടക്കുന്നില്ല, നടന്നുകൊള്ളട്ടെ. നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പ്രധാനപ്പെട്ട 6 ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തടസ്സങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത്. ഹിൻഡ്രൻസസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശരിയാണ്, നമുക്ക് സ്മൂത്തായ ഒരു ലൈഫല്ല ഈ ജീവിതത്തിൽ. നമുക്ക് പൈസ ഉണ്ടാകാം, ജോലി ഉണ്ടാകാം, കുടുംബജീവിതം ഉണ്ടാകാം, തലമുറ ഉണ്ടാകാം, സഭയുണ്ടാകാം. നമുക്ക് ചുറ്റും റിസോഴ്സുകളും ഫേവറുകളും ഒക്കെ ഉണ്ടായെങ്കിലും ഒരു കാര്യം ആലോചിച്ചോളണം. എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമിലല്ല വിശുദ്ധന്മാർ നിൽക്കുന്നത്. നമ്മളൊരു യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന പടയാളിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ശത്രുവിനെ പരാജയപ്പെടുത്തണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, യുദ്ധ മുന്നണിയിൽ നിൽക്കുന്ന പടയാളിക്കൊറ്റ, അവൻ്റെ കുടുംബം അവന് വിഷയമല്ല, അവൻ്റെ മക്കൾ അവന് വിഷയമല്ല, അവൻ്റെ സമ്പത്ത് അവന് വിഷയമല്ല, അവൻ്റെ യാതൊരു കാര്യങ്ങളും അവന് വിഷയമല്ല. തന്നെ രാജ്യം ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അതിന് രാജ്യം അവന് കൊടുത്ത ട്രെയിനിങ്, രാജ്യം അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ആ രാജ്യത്തോടുള്ള അവൻ്റെ സ്നേഹം, വിശ്വസ്തത, അതവനവിടെ പ്രകടിപ്പിക്കും തൻ്റെ ജീവനേക്കാൾ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് നിന്ന് വന്നവരാ. ഒത്തിരി മൈനസ് പോയിൻറ്റിൽ ലഡാക്കിലൊക്കെ ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒത്തിരി പേർ വില കൊടുക്കുന്നുണ്ട്, ജീവൻ അവർ വെടിയുന്നുണ്ട്. അവർക്ക് കുടുംബമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ടാണോ? അവരുടെ കുടുംബത്തോടൊപ്പം അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, യുദ്ധഭൂമിയിൽ കണ്ടു കഴിഞ്ഞാൽ, സുപ്രീം കമാൻഡർ ഹല്ലേലൂയ ഒരു ഓർഡർ ഇട്ടാൽ മിനിറ്റുകൾക്കകം ആ ഓർഡർ താഴെ ഒരു ജവാൻ്റെ അടുത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ടെത്തും. അവനൊരൊറ്റ കാര്യമേ ഉള്ളൂ മുന്നിൽ, എൻ്റെ രാജ്യം സംരക്ഷിക്കപ്പെടണം, എൻ്റെ ജീവനേക്കാൾ, കുടുംബത്തേക്കാൾ, തലമുറയേക്കാൾ എനിക്ക് വലുത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട്, അത് മരണമായാലും ജീവനായാലും. എത്രയോ പേർ യുദ്ധഭൂമിയിൽ മരിച്ചു വീണിട്ടുണ്ട്. ഈ പോരാട്ടക്കളത്തിൽ മരിച്ചു വീണ വിശുദ്ധന്മാരുടെ ബാറ്റണ നമ്മളെ ഏൽപ്പിച്ചേക്കുന്നേ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ വിശുദ്ധമായ ദൈവം സൃഷ്ടിച്ച മനോഹര ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ച രക്തസാക്ഷികളായ, അറുത്തും തോലുരിച്ചും വെടിവെച്ചും തകർക്കപ്പെട്ട അനേക വിശുദ്ധന്മാർ കബറടങ്ങിയിരിക്കുന്ന ഈ ഭൂമിയിൽ ചവിട്ട് നിന്നുകൊണ്ട് വിളിച്ചു പറയണം, ഞാൻ യേശുവിൻ്റെ നല്ല ശിഷ്യനായി ജീവിക്കും. ഇതിപരം വേറൊരു ഭാഗ്യമില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം, ഈ ഇരിക്കുന്നവരെല്ലാം വിട്ടുപോകും നമ്മളിൽ നിന്ന്. ഈ എല്ലാ സംവിധാനങ്ങളും മാറും. നമ്മൾ ബന്ധങ്ങളെന്ന് സൂക്ഷിക്കുന്ന സകല ബന്ധങ്ങളും ചിലപ്പോൾ ഒരു സമയം നമ്മളിൽ നിന്ന് അകന്നു പോകും. ഒറ്റ കാര്യം മാത്രം നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചുകൊള്ളണം, നമുക്ക് സ്ഥായിയായ സ്ഥിരമായ ഒരു ബന്ധം ഈ ലോകത്തുണ്ടെങ്കിൽ നമ്മുടെ കർത്താവുമായിട്ട് മാത്രമേ ഉള്ളൂ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അപ്പോൾ അവനല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം, അവനല്ലേ നമ്മുടെ നിത്യസ്നേഹിതൻ, അവനുമായിട്ടല്ലേ നമുക്ക് കാര്യമുള്ളത്. അവനെ വിട്ട് നമുക്കൊരു കാര്യമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തിളച്ചു പൊങ്ങേണ്ട ആത്മീയ തീ എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് കർത്താവിന് എന്ത് പ്രസാദം വരുത്താൻ ഈ ലോകത്ത് കഴിയുമോ, അവൻ്റെ വചനം എത്രമാത്രം അനുസരിക്കാൻ കഴിയുമോ, അവൻ്റെ തലയോളം വളരാനുള്ള ആഗ്രഹവും ഉത്സാഹവും നമ്മുടെ ഹൃദയത്തിലുണ്ടോ, അതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതം കൊണ്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ ആ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ദൈവം തരുന്ന സഹായങ്ങളും കരുണയും ദയയും വിശ്വസ്തതയുമാണ്. അതുകൊണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ച ആ കാര്യങ്ങൾ 5 എണ്ണം പഠിച്ചു, 6-ാമത്തേതാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് തീരുകയാണ് ഇന്നുകൊണ്ട്. ശ്രദ്ധിക്കണം. ആദ്യം ഹിൻഡ്രൻസസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ 1-ാമത്തെ കാര്യം ദ വേൾഡ്, ദ ഫ്ലഷ് ആൻഡ് ദ ഡെവിൾ നല്ലതുപോലെ പഠിച്ചു ഒരുമാതിരി. 2 അതോറിറ്റി.
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വചനം മൂലവും അഭിഷേകം മൂലമല്ലാതെ ഒരു അധികാരം നമുക്കില്ല. അതുകൊണ്ട് വചനത്തെ നന്നായി പഠിക്കണം. വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ അധികാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു ശിഷ്യന് മുന്നോട്ട് ജീവിപ്പാൻ, ജയജീവിതം നയിക്കാൻ സാധ്യമല്ല. മൂന്നാമത് മെച്യൂരിറ്റി. സ്പിരിച്വലി നമ്മൾ മെച്യൂറായിക്കൊണ്ടേയിരിക്കണം, നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ മന്ദബുദ്ധിയല്ല, വരൾച്ച മുരടിച്ച ആളല്ല. ആമേൻ. ഡേ ബൈ ഡേ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. 4, ഇൻറ്റൻഷനാലിറ്റി. എന്തുകൊണ്ട് ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു? എന്തിനാണ് ഞാൻ ക്രിസ്തുവിനെ സേവിക്കുന്നത്? എന്തിനാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത്? എന്ത് ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്? അതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്തെന്നറിയുന്ന ഒരുവനുണ്ട്, നമ്മുടെ കർത്താവാണ്. ഉദ്ദേശശുദ്ധി നല്ലതല്ലെങ്കിൽ എത്ര വലിയ ശിഷ്യനെയും പിശാച് അടിച്ചു വീഴ്ത്തും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയും കൃപയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഉദ്ദേശം എന്താണെന്ന്, ഇൻറ്റൻഷനാലിറ്റി. ആരാധനയ്ക്ക് വരുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഏരിയ മീറ്റിങ്ങിൽ പറഞ്ഞു, ജോലി കിട്ടാനാണെങ്കിൽ തെറ്റി, മറ്റേതെങ്കിലും ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കാനാണ് ദൈവത്തെ ആരാധിക്കാൻ വരുന്നെങ്കിൽ നമുക്ക് തെറ്റി. വചനപ്രകാരം ഏതെങ്കിലും നമ്മുടെ സെൽഫിഷ് മോട്ടീവിന് വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കാൻ വരുന്നതെങ്കിൽ ഇറ്റ്സ് റോങ്. ഹല്ലേലൂയ. അത് തെറ്റാണ്. ദൈവത്തിന് മഹത്വമുള്ള, അവന് പ്രസാദമുള്ള, നമ്മിലവൻ പ്രസാദിക്കേണ്ടതിന് ജീവനും വിശുദ്ധിയുമുള്ള ഒരു ആരാധനയ്ക്കായി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ, ആമേൻ ഹല്ലേലൂയ, വിശുദ്ധയാഗമർപ്പിക്കാൻ കടന്നു വന്ന വിശുദ്ധന്മാരതിനകത്ത്. അപ്പം ഇൻറ്റൻഷൻ നേരെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിലും ദൈവപ്രസാദം ഉണ്ടാകത്തില്ല. പെർഫോം ചെയ്തിട്ട് പോകാം. കുറച്ച് പേരൊക്കെ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, നമ്മളെയും മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ അത് മോട്ടിവേഷനിൽ ഒതുങ്ങും. സ്പിരിച്വലി ഒരു നറിഷ്മെൻറ്റ് നമ്മളിൽ നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. 5, അക്കൗണ്ടബിലിറ്റി. നമ്മളെല്ലാം ദൈവത്തോട് അക്കൗണ്ടബിളാണ്. കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും സമൂഹത്തോടും സഭയോടും അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് പോലെ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ദൈവത്തോട് കണക്ക് പറയേണ്ടവരും കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാകുന്നു. ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനാണ് സുവിശേഷം പറയുന്നത്, എന്തിനാണ് വചനം പ്രസംഗിക്കുന്നത്, എന്തിനാണ് ഒരാളെന്നെ പ്രബോധിപ്പിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം ദൈവം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ആർക്ക് വേണം? നമുക്ക് വേണം. ദൈവത്തിൻ്റെ മുന്നിൽ ഫേക്കാകാൻ ഒക്കത്തില്ല. മനുഷ്യനെ കളിപ്പിക്കാം, സഭയെ കളിപ്പിക്കാം, കുടുംബത്തെ കളിപ്പിക്കാം, ഭാര്യയെ കളിപ്പിക്കാം, ഭർത്താവിനെ കളിപ്പിക്കാം, ലോകത്തെ കളിപ്പിക്കാം. പക്ഷേ കർത്താവിനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അക്കൗണ്ടബിളാണ് നാം. സീരിയസ് ആയ വിഷയമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന 6ാമത്തെ കാര്യം റീപ്രൊഡ്യൂസബിലിറ്റി. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ പ്രത്യുൽപാദനം. നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? ഒരാൾ 3 3 പിന്നെ 9 9 പിന്നെ എത്രയായി? കൂടി. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എടുക്കണ്ട, ഞാനത് എൻ്റെ ഒരു സാഹചര്യം പറയാനാ, സിറ്റുവേഷൻ പറയാനാ. ഒരു മനുഷ്യൻ എഴുന്നേറ്റു അഭിഷേകത്തോടെ. ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചു. അയാളുടെ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ അയാളുടെ ജീവിതമൊന്നും അവിടെ വിഷയമല്ല. അയാളെ ദൈവം പുതിയ സൃഷ്ടിയാക്കി. ദൈവം പറഞ്ഞ് എഴുന്നേക്ക്, എന്നെക്കുറിച്ച് സംസാരിക്കുക. എഴുന്നേറ്റു സംസാരിച്ചു. അഭിഷേകത്തിൻ്റെ നിറവിൽ 3000 പേർ. ഈ വചനം സത്യമാണല്ലോ അല്ലേ? ഈ വചനത്തിൻ്റെ സത്യസന്ധതയോടെ ഞാൻ പറഞ്ഞിട്ട് പോകണം. എനിക്കറിയാം ചിലപ്പം 15 മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീരത്തില്ല. അങ്ങനെ തീരത്തില്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് പോകണം. ദൈവശ്വാസീയമാണ് വചനം. ഞാൻ പറയുന്നു, ഈ വചനത്തെ ഒരുമാതിരി ക്രിസ്ത്യൻ ഡിനോമിനേഷൻ എല്ലാം അംഗീകരിക്കുന്ന ഈ 66 പുസ്തകം അല്ലേ? 66 പുസ്തകം എല്ലാവരും അംഗീകരിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പെന്തക്കോസ്തുകാരും അതിനകത്തുണ്ട്. അതിനകത്ത് മറ്റ്
സാമുദായിക സഭകളുണ്ട് അതിനകത്ത്, എല്ലാവരും ഒരുപോലെ. ഇതിൽ ആദ്യ നൂറ്റാണ്ടിൽ ശ്രദ്ധിക്കണം, ആദ്യ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി ദുരുപദേശങ്ങളും ആകാത്ത കാര്യങ്ങളും കയറി വന്നു. ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമനുസരിച്ചും മനോബോധമനുസരിച്ചും കാര്യങ്ങൾ അവർ എഴുതാൻ തുടങ്ങി. അപ്പം സഭാപിതാക്കന്മാർ ഒരുമിച്ച് കൂടിയിട്ട് സഭ വല്ലാത്ത നിലയിലേക്ക് പോകും എന്ന് അവർക്ക് ബോധ്യമായി അവർ ചില കൗൺസിലുകൾ കൂടി. യെരുശലേം കൗൺസിൽ, എഫെസോസിൽ നടക്കുന്ന കൗൺസിൽ. അതിന് ഗ്രീക്ക് ഭാഷയിൽ സുന്നഹദോസ് എന്ന് പറയും, അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ സുന്നഹദോസ് എന്ന് പറയും. എനിക്കതിൻ്റെ ഏത് ഭാഷയിലാണ് സുന്നഹദോസ് എന്ന് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. കൂടിയിട്ട് അവരൊരുമിച്ച് പ്രാർത്ഥിച്ച് ഏതൊക്കെ തള്ളണം ഏതൊക്കെ കൊള്ളണം. ചിലത് തള്ളിക്കളഞ്ഞു, എല്ലാവരോടും കൂടിയാ. ചിലത് കൊണ്ടു, ഇത്രയും വേണം ഇതിനകത്ത്. അങ്ങനെ എല്ലാവരോടും കൂടി അംഗീകരിച്ചതായത് ഈ വേദപുസ്തകം. അപ്പോൾ ഇതിനകത്തെ കൊള്ളേണ്ടത് കൊള്ളിച്ചതാണ്. ഇതിനകത്ത് എന്തൊക്കെ വേണം: രക്ഷാകരമായ പദ്ധതി, മാനസാന്തരം, രക്ഷ, സ്നാനം, അപ്പോസ്തോലിക ഉപദേശം, അല്ലേ, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം നുറുക്കൽ, അല്ലേ, ഒത്തിരി വിഷയങ്ങളെല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, എന്നാൽ ഞാനൊരു ആളുകളെയും കുറ്റം പറയുകയല്ല, കുറ്റം പറയാൻ നിൽക്കുകയല്ല, കർത്താവിനെ ഉയർത്താൻ നിൽക്കുക. പക്ഷേ ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തയ്യാറായ എത്ര പേരുണ്ട് എന്നുള്ളത് ചോദ്യം നമ്മളോടെല്ലാം കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്തെ എല്ലാം അല്ലെങ്കിൽ ഉപദേശ വിഷയങ്ങൾ പ്രത്യേകമായി ജീവിത രീതിയോ ജീവിതശൈലിയോ മാറ്റി വെച്ചാൽ ഉപദേശ സത്യങ്ങൾ, ഡോക്ട്രിൻസ് എത്ര നമ്മൾ അനുസരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ കാര്യം നടക്കുന്നത്. ഉപദേശം സ്ഥാപിക്കപ്പെട്ടു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഉപദേശം സ്ഥാപിക്കപ്പെട്ടു. ഉപദേശം സ്ഥാപിക്കപ്പെട്ടു. ആരാണത് പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഏതു മനുഷ്യനും ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന പാപിയായിട്ടാണ്. അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന്, അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാനസാന്തരപ്പെടണം, രക്ഷാനുഭവം പ്രാപിക്കണം, സ്നാനപ്പെടണം, കർത്തൃമേശയിൽ പങ്കെടുക്കണം, കൂട്ടായ്മയിൽ വരണം, പ്രാർത്ഥിക്കണം, അപ്പോസ്തോലിക ഉപദേശം അനുസരിച്ച് ജീവിക്കണം. ഇത് നമ്മൾക്ക് ഉപദേശം. എത്ര പേർ അംഗീകരിക്കുന്നുണ്ട്? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ ശിഷ്യത്വം എന്ന പദം നമ്മൾ പഠിക്കുമ്പോൾ അനുസരിച്ച ഒരുവൻ എഴുന്നേറ്റ് നിന്ന്, വളരെ ശ്രദ്ധിക്കണം, അനുസരിച്ച ഒരുവൻ എഴുന്നേറ്റ് നിന്ന്, പുസ്തകപ്രവൃത്തി വായിച്ചാൽ അറിയാം, എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ പ്രസംഗം. ആ പ്രസംഗം ആത്മാവിൻ്റെ നിറവോടുകൂടിയ പ്രസംഗമായിരുന്നു. ഒറ്റയടിക്ക് 3000 പേർ അങ്ങ് എഴുന്നേറ്റു. ഞങ്ങൾക്ക് ഈ മാർഗം മതി, ഞങ്ങൾക്ക് ഈ മാർഗത്തിനപ്പുറം ഒന്നും വേണ്ട. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെട്ടോ? യെസ്. ഇനി ഞങ്ങൾ പഴയ വഴികൾ ഉപേക്ഷിക്കുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വഴിയിലാണ്. ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു, വചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ചു തന്നതിന് സ്തോത്രം പറഞ്ഞ് അവർ ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, അല്ലേ? വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവരതുപോലെ അതനുസരിച്ച് മറു ചോദ്യമോ മറുവാദമോ, അത് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു, ഞങ്ങളുടെ അപ്പൻ അത് ചെയ്തതാ, ഞങ്ങളുടെ അമ്മ ഇത് ചെയ്തതാ, എന്തെങ്കിലും ഒരു പറഞ്ഞു. 3000 പേർ അന്നേരെ വചനത്തിന് കീഴ്പ്പെട്ട് വചനം അനുസരിച്ചു. അവിടെ കൊണ്ട് നിന്നില്ല. അടുത്ത സ്റ്റെപ്പ് 5000 പേർ. പിന്നെ അങ്ങനെ കൂടിക്കുന്ന നമ്മളുമൊക്കെ അതിനകത്തായി, ആ ചങ്ങലയ്ക്കകത്തായി. സ്തോത്രം. ഏറ്റെടുത്തില്ലെന്ന് ദൈവത്തിന് വിഷയമല്ല. ചങ്ങലയ്ക്കകത്ത് ആരുണ്ട്, അവർ ജീവപുസ്തകത്തിനകത്ത് പേരെഴുതപ്പെടും, അവർ പറന്നു പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര ന്യായം പറഞ്ഞാലും എത്ര കാരണങ്ങൾ പറഞ്ഞാലും വചനത്തിൻ്റെ അനുസരണമാണ് അനുഗ്രഹത്തിന് നിദാനം. വചനം ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ റീപ്രൊഡ്യൂസ്, പ്രത്യുൽപാദനം. ഒരു ഉൽപ്പന്നമുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഒറിജിനലും ഉണ്ടാകും, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകും. ഒറിജിനൽ എങ്ങനെയാണ് അടുത്തതുണ്ടാക്കുന്നത്? അതേ ശൈലിയിൽ, അതേ രീതിയിൽ, അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ ഗുണമേന്മയിൽ, അതേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രത്യുൽപ്പന്നം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ
ഡ്യൂപ്ലിക്കേറ്റായി മാറിയില്ലേ? അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ നമ്മളിൽ നിന്നുരുവായി വരേണ്ട കുഞ്ഞുങ്ങളും കൊച്ചുമക്കളുമൊക്കെ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ പ്രത്യുൽപാദനം, അതുപോലെ നമ്മൾ പറയുന്ന ദൈവവചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് വരുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സഭയോട് ചേരുന്നവർ ദൈവിക സ്വഭാവത്തിലും ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ രീതിയിലും കാഴ്ചപ്പാടിലും വിഷനിലും നടക്കണം. വേണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പ്രോഡക്റ്റ് വീണ്ടും അതിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ആമേൻ ഏതിൽ നിന്ന് വന്നോ ആ റിസോഴ്സിൽ ആ സോഴ്സിൻ്റെ ഗുണവും കപ്പാസിറ്റിയും സ്റ്റാൻഡേർഡും ക്വാളിറ്റിയൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ അതിന് പഴയ പോലെ ഗുണമേന്മ ഉണ്ടാകുമോ? ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ അപ്പച്ചൻ അമ്മയും അമ്മച്ചിമാർ ആമേൻ, ഞാൻ പറയുന്നത് എൻ്റെ അല്ല, എൻ്റെ ബയോളജിക്കൽ അപ്പനും അമ്മയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞ്, ഞാൻ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദേഴ്സ് അതങ്ങ് വരെ ഉള്ളതാണ്. പത്രോസ് വരെയൊക്കെ നീണ്ടുപോയി അങ്ങ്, പിന്നെ പഴയ നിയമത്തിലോട്ട് പോയാൽ എബ്രഹാം വരെയൊക്കെ വരും, അങ്ങോട്ട് അതിനപ്പുറവും പോകും. സ്തോത്രം. അവരൊക്കെ കാഴ്ചവെച്ച, അവരൊക്കെ നടന്ന, അവർ ആമേ നമുക്ക് ഉപദേശിച്ചു തന്ന ജീവിത രീതിയാണോ നമ്മൾ, അതോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ? ഒറിജിനലാണെങ്കിൽ ഈ വചനപ്രകാരമുള്ള സകല കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെട്ട് നമുക്ക് മറ്റു പ്രയോറിറ്റി ഒന്നും കാണത്തില്ല. എന്താ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? കാരണം ജഡം, നിങ്ങൾ ഞാനും ശ്രദ്ധിച്ചാൽ മതി, ജഡത്തിൻ്റെ ആഗ്രഹം എപ്പോഴും ജഡത്തെ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളിലാണ്. അതിനെ താലോലിക്കണം, അതിൽ മോഹമുണർത്തി അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതാ ജഡത്തിൻ്റെ മോഹം. കാരണം ലോകമായിട്ട് അത് കിടന്ന് കിടക്കിയിരിക്കുക. കണ്ണതിനനുരൂപമാണ്, കാലതിനനുരൂപമാണ്, ചെവി അതിനനുരൂപമാണ്, ബുദ്ധിയും ജ്ഞാനവുമൊക്കെ അനുരൂപമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നീ എൻ്റെ നിയമത്തിലും എന്നിലും സന്തോഷിക്കണോ അതോ ലോകത്തിൻ്റെ കാര്യത്തിൽ സന്തോഷിക്കണോ? ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കുന്നൊരു ചോദ്യം, നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ട കാര്യം, എൻ്റർടൈൻമെൻറ്റിലാണോ നമ്മുടെ സന്തോഷം? അതാ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ മടങ്ങിവരവിലും കർത്താവിൻ്റെ വിഷയവുമായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ജഡം നമ്മളിൽ അധികമാണ്. പാപം അത് വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഡിഗ്രി കുറയുമല്ല, അത് കൂടി വരും. നിങ്ങൾക്കറിയാം എൻ്റർടൈൻമെൻറ്റുകൾ എന്താണെന്ന്? നമുക്കെല്ലാം അറിയാവുന്ന എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന്? ജഡത്തെ താലോലിക്കുന്ന, ജഡത്തെ മോഹിപ്പിക്കുന്ന, ജഡത്തെ രമിപ്പിക്കുന്ന, ജഡത്തിന് പോഷണം കൊടുക്കുന്ന, ജഡത്തെ ഉല്ലസിപ്പിക്കുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്നതെല്ലാം വേൾഡ്ലി എൻ്റർടൈൻമെൻറ്റുകളാണ്. അത് എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ നമ്മൾ തൽപരരായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആമേൻ, നമ്മൾ കർത്താവിലല്ല നമ്മുടെ സന്തോഷം, നമുക്കതിലാണ് സന്തോഷം. ഫിലിപ്പിസഭയോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, കർത്താവിൽ സന്തോഷിപ്പീൻ, നിങ്ങൾ പിന്നെയും സന്തോഷിപ്പീൻ. ബന്ധനങ്ങളിൽ സന്തോഷിക്കുന്നു, സുവിശേഷത്തിൻ്റെ പ്രതിപാദനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, സുവിശേഷം ഘോഷിക്കുന്നതിൽ സന്തോഷിക്കുന്നു, ജയിലിൽ കിടക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ജയിലിൽ കിടക്കുമ്പോൾ സഹോദരന്മാർ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കുന്നതും അനേക രക്ഷയിലേക്കും വരുന്നതും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നമുക്കുള്ള രക്ഷിക്കപ്പെടുന്നതിലാണോ സന്തോഷം? സ്നാനപ്പെടുന്നതിലാണോ സന്തോഷം? ശുശ്രൂഷകൾ ഒരാൾ ചെയ്യുമ്പോൾ നമ്മളത് അനുഭവിക്കുമ്പോഴുള്ള സന്തോഷമാണോ? സഭയിൽ വരുന്നതിലുള്ള സന്തോഷമാണോ? ആമേൻ, സ്തോത്രം. ആത്മീയ കൂട്ടായ്മകളിലുള്ള സന്തോഷമാണോ? കർത്താവിലെ സന്തോഷമാണോ? ആത്മാവിലെ നിറവിൻ്റെ സന്തോഷമാണോ നമുക്കുള്ളത്, അതോ മറ്റെന്തെങ്കിലുമുള്ള സന്തോഷമാണോ? ഇപ്പം എന്ത് ചോദിച്ചാൽ കർത്താവിലുള്ള സന്തോഷം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ലോകത്തിലുള്ള സന്തോഷം കൂടും. നമ്മളെ തന്നെ എടുത്താൽ മതി. നമ്മുടെ ജീവിത രീതി, എല്ലാ രീതിയിലും നമ്മളെല്ലാം അതിനകത്ത് ഒരു പരിധിവരെ കുറ്റക്കാരാണ്, അല്ലേ? ജഡത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നില്ലേ? ഇപ്പം അടുത്ത ആഴ്ച ഓണം വരിക. പെന്തക്കോസ്തുകാരോട് പ്രത്യേകിച്ച് ഓണത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനേ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയും. കാരണം എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് ചെയ്യണം. ആഘോഷിക്കുന്നവരും കളിക്കാൻ പോകുന്നവരും കോൽകളിക്ക് പോകുന്നവരും വാമനനെയും മറ്റുള്ളവരെയൊക്കെ പൂജിച്ച, അതിനുവേണ്ടി നേർച്ച നേർന്ന, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഭക്ഷണം കഴിക്കാൻ പോകുന്നവരെയൊക്കെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതലിനും അത് ഉണ്ണാനോ അത് എൻ്റർടൈൻ ചെയ്യാനോ പോകാൻ ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഉണ്ടോ? ആർക്ക് കുഴപ്പം? വചനം നിഷിദ്ധമായതിനെ പോയി കൈയിട്ടാൽ ഒരു കെട്ടും കൂടാകത്തോട് നമ്മൾ ഇടുക.
ശരീരത്തിൽ ഒരു കെട്ടും കൂടെ വീഴും. ഇതുവരെയുള്ള കെട്ട് മാത്രമല്ല, അത് അഴിക്കാനാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കുക. വരിഞ്ഞു മുറുക്കിക്കോ. ഉപദേശിക്കും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും. ഉപദേശി അതിനെ നിർത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ ഉപദേശിക്കാൻ യെശയ്യാവിനെയും യിരെമ്യാവിനെയും അവൻ ഉപദേശിച്ചപ്പോൾ പൊട്ടക്കിണറ്റി പരിഞ്ഞിട്ടു ജനമായിട്ടെ. മോശ ഉപദേശിച്ചപ്പോൾ മോശയ്ക്ക് നേരെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. വിളിച്ചിറക്കിക്കൊണ്ട് വന്ന സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. പറഞ്ഞില്ല, ഞാൻ അതിനൂടെ കണക്ക് കൊടുക്കണം. അവിടെ ചെല്ലുമ്പോൾ നീ എൻ്റെ ജനത്തോട് വചനവിരുദ്ധമായ വിഗ്രഹാരാധനയുടെ വിഷയങ്ങൾ, ദൈവം വെറുക്കുന്ന വചനവിരുദ്ധമായ കാര്യങ്ങളെ നിനക്ക് ഞാൻ പ്ലാറ്റ്ഫോം തന്നപ്പോൾ, നിനക്ക് ഉപദേശിച്ച ഞാൻ ജീവനും ആരോഗ്യവും ആയുസ്സും തന്നപ്പോൾ, നിനക്കതിനുള്ള കൃപ ഞാൻ നൽകി തന്നപ്പോൾ, നിനക്കുള്ള അഭിഷേകം നൽകി തന്നപ്പോൾ, നീ ഇത് പറയാൻ എന്തുകൊണ്ട് മടിച്ചു? ഈ ക്വസ്റ്റിന് ഞാൻ ആൻസറബിൾ ആണ്. സ്തോത്രം. ശുശ്രൂഷ നിൽക്കുന്നവരാണ് ഇപ്പോൾ അതിന് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത്. ശുശ്രൂഷയോട് ഞാൻ പറയുന്നു, ഓണം ആഘോഷിക്കാൻ പോയേക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പുൾപ്പിറ്റേ നിൽക്കാൻ നിങ്ങൾ യോഗ്യരല്ല. നിങ്ങൾ എത്രയും വേഗം സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ഒരു ദിവസം മിനിമം 3 നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. അതിൻ്റെ പുറകിലുള്ള ചരിത്രവും അതിൻ്റെ പുറകിലുള്ള പൈശാചിക പ്രവൃത്തികളും ആർക്ക് നേർന്നിരുന്നു, ആർക്ക് സമർപ്പിച്ചിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കത് കൈ നീട്ടാനോ അതിലേക്ക് പോയി വീഴാനോ പ്രമാണം അനുവദിക്കുന്നില്ല. ഇതൊന്നും പറയാൻ ദേവദാസന്മാരാരും പറയത്തില്ല. ഇപ്പോൾ പൊത്തുവരുത്തി പറയാം, കുഴപ്പമില്ല, ഒരു സൈഡിൽ കൂടെ അതൊക്കെ കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി, സഭയെ വന്നാൽ മതി, ടൈത്ത് തന്നാൽ മതി, ആമേൻ, എണ്ണം കണ്ടാൽ മതി. ആമേൻ, സ്തോത്രം. എണ്ണത്തിലും ടൈത്തിലും ഒന്നുമല്ല കാര്യം. ഗുണമേന്മയുള്ള കർത്താവ് വിളിക്കുമ്പോൾ, വിശ്വസ്തദാസരെ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഒരുങ്ങാത്ത ഒരാളിനെ പോലും കർത്താവ് വിളിച്ചുകൊണ്ട് പോകത്തില്ല. ഞാനും നിങ്ങളും ഭയപ്പെടണം വചനത്തിൻ്റെ മുന്നിൽ. ശിഷ്യനാണെങ്കിൽ യേശുവിൻ്റെ സ്വഭാവത്തിൽ നടക്കണം. അവിടെയും പോയി കൈയിടാൻ, ഇവിടെയും പോയി കൈയിടാൻ, തല കാണിക്കേണ്ടിടത്ത് തല കാണിക്കാനും വാല് കാണിക്കേണ്ടിടത്ത് വാല് കാണിക്കാനും അല്ല നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. ഒറ്റ അസ്തിത്വമേ ഉള്ളൂ, ഒറ്റ വചനമേ ഉള്ളൂ, ഒറ്റ കർത്താവേ ഉള്ളൂ, ഒരു രക്ഷയേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ, ഒരു നിത്യതയേ ഉള്ളൂ, ഒരു റാപ്ചറേ ഉള്ളൂ, ഒരു പ്രത്യക്ഷതയേ ഉള്ളൂ. അത് യേശു കർത്താവിൻ്റെ വരവാണ്. അതിനുവേണ്ടി ഒരുങ്ങുന്നതാണ് ദൈവത്തിൻ്റെ ശരീരമാകുന്ന വിശുദ്ധമായ അവൻ്റെ സഭ. അത് ലോകത്തിലേക്ക് കൊണ്ട് കാമൻ കേട്ടുവാനും കാഴ്ചവെക്കാനും കെട്ടുകാഴ്ചയായി നടക്കാനും ദൈവം സഭയെ അനുവദിക്കുന്നില്ല. ലോകത്തിൻ്റെ വെളിച്ചമാകേണ്ട ദൈവത്തിൻ്റെ സഭ പൈശാചിക ബന്ധനങ്ങളിൽ കുരുങ്ങി ലോകമോഹങ്ങളിലും സമ്പ്രദായങ്ങളിലും ആചാരങ്ങളിലും ദുരാചാരങ്ങളിലും ബന്ധെടുത്ത് അതിനകത്ത് കരനീട്ടാൻ പോകുമ്പോൾ കർത്താവ് വിലപിക്കാൻ, ഞാൻ എന്തിന് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എൻ്റെ ജനത്തെ എന്ന് കർത്താവ് ദുഃഖിക്കുമ്പോൾ അതിന് സമാധാനം പറയണം നമ്മളെല്ലാവരും. ദൈവത്തിന് സ്തോത്രം. റീപ്രൊഡ്യൂസിബിലിറ്റി, പ്രത്യുൽപാദനം. ഒരു വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. 2 തിമോത്തി 2:2 പെട്ടെന്ന്. 2 തിമോത്തി 2:2. നീ വായിച്ചോ അവനെ. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നീ പല സാക്ഷികളുടെ മുമ്പായി. ആരാ പറയുന്നേ? അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, അപ്പൊല്ലോസ്, കേഫാവ്, ആമേൻ, ദൈവത്തിൻ്റെ സഭയിലെ വിശുദ്ധന്മാരൊക്കെ അവരിൽ നിന്ന് കേട്ടത്, ആമേൻ, എന്നോട് കേട്ടത്, അവരെയൊക്കെ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, സഭായോഗത്തിൽ കൂട്ടായ്മയിൽ നിന്ന് എന്നോട് കേട്ടതല്ല. നീ എന്തു ചെയ്യണം? മറ്റുള്ളവരെ ഉപദേശിക്കണം. നീ ഒരു ഉപദേശിയായി മാറണം. നീ ഉപദേശിക്കാൻ സമർത്ഥനാകണം. എന്നിട്ട് അങ്ങനെ സമർത്ഥരായ ആളുകളെ അകത്ത് വെച്ച് കണ്ടെത്തി ശുശ്രൂഷ. അടുത്ത കാര്യം, വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. കമാൻഡ. റീപ്രൊഡ്യൂസിബിലിറ്റി നടക്കണം. സ്തോത്രം. സഭയെ വരുന്ന വചനം കേൾക്കാനാ, ആത്മീയമായിട്ട് വളരാനാ. ശുശ്രൂഷകന്മാർ അതിൻ്റെ ഇടയിൽ എഴുന്നേൽക്കണ. വർഷങ്ങളായിരുന്ന് കൈയടിച്ചും പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ഒരു പ്രബോധനം പോലും പറയാൻ ഇപ്പോഴും ഷൈനസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം. നിങ്ങൾ ആമേൻ മന്ദബുദ്ധികളായി, സ്പിരിച്വൽ ആമേൻ ഹാലലിയ മന്ദബുദ്ധിയാണ്. വളരാൻ താല്പര്യമില്ല. എന്നാൽ മറ്റു പല കാര്യങ്ങളിൽ, ലോക കാര്യങ്ങൾ ഭയങ്കര ഉത്സുകര. അപ്പോൾ ജഡം ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ വിഷയങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. എന്തിനും പോകും, ഏതിനും കൈയിടും, എവിടെയും പോയി നിൽക്കും, എന്ത് അഭിപ്രായം പറയും. ആമേൻ. ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമല്ല.
ഞാൻ പറയട്ടെ, അസഭ്യ വാക്കുകൾ വരെ പറയുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത വലിയൊരു സമൂഹത്തിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നത്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാത്ത അനേക മനുഷ്യരുടെ നടുവിൽ, എല്ലാ കാര്യങ്ങളിലും കൈയിടുന്ന പോകുന്ന ബന്ധപ്പെടുന്ന ആളുകളുടെ നടുവിൽ കർത്താവിൻ്റെ വിശുദ്ധ സഭ. ഒരു കാര്യം കൂടെ പറയാം, ഒരു സഭയിൽ 100 പേരുണ്ടെങ്കിൽ സെൻസസ് എടുത്ത് കർത്താവ് നോക്കിയാൽ പൊതുവിൽ നേതാക്കന്മാർ, സ്പിരിച്വൽ ആളുകൾ, ആമേൻ, ഭക്തരായ വിശ്വാസ നേതാക്കന്മാർ പറഞ്ഞ കാര്യം, ഒരു 20% ബേർലി കാണത്തുള്ളൂ സ്പിരിച്വൽ ആളുകൾ. ബാക്കി ജഡീകരും പ്രാകൃതരുമായിരിക്കും ഒരു സഭയിൽ. അവരെ ജഡീകത്വത്തിൽ നിന്ന്, പ്രാകൃതത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം സഭയും സഭയിലെ ശുശ്രൂഷകരും ഏറ്റെടുക്കുമ്പോൾ അവരെയും ആ നിലയിലേക്ക് ഉയർത്തി അവർ ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളരാനുള്ള ദൗത്യ സഭയിൽ.